ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 76ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് 1 ആയിട്ടുള്ള പല്ലവി ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം എന്ന് പറയുന്ന പാട്ടിൻ്റെ പല്ലവിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇസ്രായേലിൻ നാഥനായ എന്നുള്ള പാട്ടിൻ്റെ പാർട്ട് 1 ആയിട്ടുള്ള ഭാഗം നമ്മൾ ഇപ്പോൾ പഠിക്കുന്നു. ലൈൻ ബൈ ലൈൻ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് നോക്കുക. അപ്പം ആദ്യത്തെ ലൈൻ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് ലൈൻ. അപ്പം ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഭാഗമായിട്ടുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യമേ ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം. അപ്പം ആ ഭാഗം, അപ്പം അതിൻ്റെ ലൈൻ നോട്ട് പറഞ്ഞുതരാം. സി, ഇതിൻ്റെ സ്കെയില് എഫ് മൈനർ സ്കെയിലാണ്, എഫ് മൈനർ സ്കെയില്. ഓക്കെ, അപ്പം ഇതിൻ്റെ നോട്ട് പറയുന്നത് സി ഇ എഫ് ജി, സി ഇ എഫ് ജി, സി ഇ എഫ് ജി. അപ്പം സി ഇ എഫ് ജി, സി ഇ എഫ് ജി. അപ്പം 3 പ്രാവശ്യം ജി ഷാർപ്പ് ജി, ജി ഷാർപ്പ് ജി, ജി ഷാർപ്പ് ജി, ജി ഷാർപ്പ് ജി, ജി ഷാർപ്പ് ജി. അപ്പം സി ഇ എഫ് ജി, ജി ഷാർപ്പ് ജി, ജി ഷാർപ്പ് ജി, ജി ഷാർപ്പ് ജി. അടുത്തത് അടുത്തെന്ന് പറയുന്ന നോട്ട് ടോപ്പിലത്തെ സി, സി ജി ഷാർപ്പ്, സി ജി ഷാർപ്പ്, ജി എഫ് ഇ ജി, സി ജി ഷാർപ്പ് ജി എഫ് ഇ ജി. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി ജി ഷാർപ്പ് ജി എഫ് ഇ ജി. ഓക്കെ, അപ്പം അത്ര ഭാഗം വായിക്കേണ്ടത്, സോറി, ഇതാണ് ഫസ്റ്റ് ലൈൻ. ഇനി ഇതിന്റെ അടുത്തതായിട്ട് ഒരു ലിങ്ക് ആണ് വായിക്കേണ്ടത്. ലാ 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 ലാ. ആ ഒരു ലിങ്ക് അവിടെ വരുന്നുണ്ട്. ആ ലിങ്ക് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ആ ലിങ്ക് എന്ന് പറയുന്നത് വായിച്ച് കേൾപ്പിക്കാം. ആ ലിങ്ക് അതാണ്. അപ്പൊ ആ ലിങ്കിന്റെ നോട്ട് എന്ന് പറയുന്നത് എഫ് ഇ സി എ ഷാർപ്പ് സി ഇ ജി, സോറി ജി, ജി. അപ്പം എഫ് ഇ സി എ ഷാർപ്പ് വീണ്ടും സി ഇ ജി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫ് ഇ സി എ ഷാർപ്പ് സി ഇ ജി. ഇതാണ് ലിങ്ക്. ഓക്കെ, അടുത്ത് സത്യജീവമാർഗമാണു ദൈവം, സത്യജീവമാർഗമാണു ദൈവം. അപ്പം അതിന്റെ നോട്ടെന്ന് പറയാം, വായിച്ച് കേൾപ്പിക്കാം. അപ്പം അതിന്റെ നോട്ടെന്ന് പറയുന്നത് സി, സി സി ഷാർപ്പ് സി ജി ഷാർപ്പ്, സി സി ഷാർപ്പ് സി ജി ഷാർപ്പ്, സി സി ഷാർപ്പ് സി ജി ഷാർപ്പ്, സി സി ഷാർപ്പ് സി ജി ഷാർപ്പ്. അടുത്തത് എ ഷാർപ്പ് ജി, എ ഷാർപ്പ് ജി, എ ഷാർപ്പ് ജി. അടുത്തത് ജി ഷാർപ്പ് എഫ്, ജി ഷാർപ്പ് എഫ്. അടുത്തത് ജി എഫ്, ജി എഫ്.
അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. സി സി ഷാർപ്പ്, സി ജി ഷാർപ്പ്, എ ഷാർപ്പ്, ജി ജി ഷാർപ്പ്, എഫ് ജി എഫ്. ഓക്കെ. ഇനി ആബാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അപ്പം അടുത്ത ആബാ പിതാവേ ദൈവമേ, ആ ഭാഗം ആബാ പിതാവേ ദൈവമേ എന്നുള്ള ഭാഗമാണ്. അപ്പം അത് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ. ആബാ പിതാവേ ദൈവത്തിന്റെ നോട്ട് പറയാം. സി എ ഷാർപ്പ് സി, ടോപ്പിലോട്ടാണ് പോകുന്നത്. സി എ ഷാർപ്പ് സി, സി എ ഷാർപ്പ് സി, എഫ് എഫ് സി, എഫ് എഫ് സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി സി ഷാർപ്പ് സി, എ ഷാർപ്പ് സി, എഫ് എഫ് സി, എഫ് സി. അടുത്തത് സി ഷാർപ്പ് സി, സി ഷാർപ്പ് സി, സി ഷാർപ്പ് സി എ ഷാർപ്പ്, സി ഷാർപ്പ് സി, സി ഷാർപ്പ് സി എ ഷാർപ്പ്, സി ഷാർപ്പ് സി, സി ഷാർപ്പ് സി, സി ഷാർപ്പ് സി എ ഷാർപ്പ്. അപ്പം ഇതിന്റെ നോട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. സി എ ഷാർപ്പ് സി, എഫ് എഫ് സി, സി ഷാർപ്പ് സി, സി ഷാർപ്പ് സി എ ഷാർപ്പ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. സി എ ഷാർപ്പ് സി, എഫ് എഫ് സി, സി ഷാർപ്പ് സി, സി ഷാർപ്പ് സി, ജി ഷാർപ്പ്. ഓക്കെ. അപ്പം ആബാ പിതാവേ ദൈവമേ, അതിന്റെ നോട്ടാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. അതിങ്ങനെയാണ് വായിക്കേണ്ടത്. അടുത്തത് അവിടുത്തെ രാജ്യം വരേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. അതിന്റെ നോട്ടെന്ന് പറയുന്നത് അപ്പം അതിന്റെ നോട്ടെന്ന് പറയുന്നത് എ ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ്, എ ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ്, ജി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, അടുത്ത് ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, സി സോറി സി ഷാർപ്പ്, എ ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഷാർപ്പ്, അടുത്തത് സി എ ഷാർപ്പ് സി എ ഷാർപ്പ്, സി എ ഷാർപ്പ്, അടുത്ത് സി എ ഷാർപ്പ് ജി ഷാർപ്പ്, സി എ ഷാർപ്പ് ജി ഷാർപ്പ്. അപ്പം ഒന്നുകൂടെ നോട്ട് പറഞ്ഞു തരാം. എ ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഷാർപ്പ്, അടുത്ത് സി എ ഷാർപ്പ്, അടുത്ത് സി എ ഷാർപ്പ് ജി ഷാർപ്പ്. ഓക്കെ. ഇനി ഇവിടുത്തെ അങ്ങയെ തിരുഹിതം ഭൂമിയിൽ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ, ആ ഭാഗമാണ്. അപ്പം അതിന്റെ നോട്ട് എന്ന് പറയുന്നത് ജി ഷാർപ്പ് ജി ഷാർപ്പ് സി, ജി ഷാർപ്പ് ജി ഷാർപ്പ് സി, മൂന്ന് എ ഷാർപ്പ് ജി ഷാർപ്പ്, മൂന്ന് എ ഷാർപ്പ് ജി ഷാർപ്പ്, പിന്നെ ജി ഷാർപ്പ് ജി എഫ് ഡി ഷാർപ്പ്, ജി എഫ് ഡി ഷാർപ്പ്. അപ്പം ഒന്നുകൂടെ പറഞ്ഞു തരാം. ജി ഷാർപ്പ് ജി ഷാർപ്പ് സി, ജി ഷാർപ്പ് ജി ഷാർപ്പ് സി, അടുത്തത് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ് ജി ഷാർപ്പ്, അടുത്തത് ജി എഫ് ഡി ഷാർപ്പ്. അപ്പം അത് വായിക്കേണ്ടത്
അടുത്തത് എന്നെന്നും നിറവേറിടേണമേ. അടുത്തത് അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എന്നെന്നും നിറവേറിടേണമേ. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ജി, 2 പ്രാവശ്യം ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ജി, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ജി, എഫ് ഷാർപ്പ് എഫ് 3 പ്രാവശ്യം, എഫ് എഫ് എഫ്, ഡി ഷാർപ്പ് ജി, എഫ് എഫ് എഫ്, അടുത്ത ജി, സോറി ജി, എഫ് എഫ് ജി, അടുത്തത് ജി ഷാർപ്പ് ജി എഫ്, ജി ഷാർപ്പ് ജി ഷാർപ്പ് ജി എഫ്, ജി ഷാർപ്പ് ജി എഫ്. അവസാനത്തെ എന്നെന്ന് നിറവേറിയിടാമേ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി ഷാർപ്പ് ജി, ഡി ഷാർപ്പ് ജി, എഫ് 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 ജി, എഫ് 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 ജി, 3 എഫ് വരുന്നുണ്ട്, എഫ് 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 ജി, ജി ഷാർപ്പ് ജി എഫ്. ഇതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ട് വളരെയധികം ശ്രദ്ധയോടെ ഒന്നെങ്കിൽ പാട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ തരുന്ന നോട്ട് ഇത് എന്താണെങ്കിൽ ചെറിയ വ്യത്യാസം വന്നാൽ പോലും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പം നമുക്ക് വായിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാട്ടിൻ്റെ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ എത്തിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകൾ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും കീബോർഡ് പഠിച്ചു വരാനായിട്ട് ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്